നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തെ കുറിച്ചുള്ള ശരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മനസ്സിലായോ? എല്ലാ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മള് മറ്റുള്ളവരുടെ ഫ്രണ്ട്സിന്റെയും വീട്ടുകാരുടെയും ഈവൻ നമ്മളുടെ റിലേഷൻ നമ്മൾ സ്നേഹിക്കുന്ന ആളുടെയും മുമ്പിൽ കുറെ അഭിനയിക്കാറുണ്ട്, അല്ലെ? ചിലപ്പോ നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് കാര്യം പെടുത്തി കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഇനി എത്രത്തോളം റെസനേറ്റ് ചെയ്താൽ പോലും ഈ ഒരു ജനറൽ റീഡിംഗ് കണ്ടിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം ആദ്യം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ സ്നേഹബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇനി കാർഡ്സ് വരുമോ നോക്കാം. അപ്പൊ നമുക്ക് മാറ്റി വെക്കാം. കിട്ടിയ കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ നടക്കില്ല എന്ന കാര്യം, അല്ലെങ്കിൽ സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്ന് വിചാരിച്ചിരുന്ന ആ കാര്യങ്ങൾ ഇപ്പോ നടന്നു തുടങ്ങും. അത് നിങ്ങൾ കാണും. ഡിവൈൻ ടൈമിംഗ് വന്നെത്തിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന ഒരു എനർജി. അപ്പൊ എന്തോ ഒരു കാര്യം നിങ്ങൾ വളരെയധികം പിടിച്ചു വെച്ചിരിക്കുന്ന അഡിക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒബ്സഷൻ ഉണ്ട്. നിങ്ങൾ അപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകും. അപ്പോ അതോടുകൂടി നിങ്ങളുടെ ജീവിതം മാറും എന്നാണ് പറയുന്നത്. എന്തോ ഒരു കാര്യത്തിൽ അഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതായിരിക്കും ചിലപ്പോ പോകുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ നിങ്ങൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ടെൻഷൻ അടിക്കുന്നതെങ്കിൽ, തേർഡ് പാർട്ടിയുമായിട്ടൊരു ബന്ധത്തിലാണ്, ഭയങ്കര ഒബ്സസ്ഡ് ആണ് തേർഡ് പാർട്ടിയെ കുറിച്ചെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ ലീഗൽ അല്ലെങ്കിൽ നിങ്ങളായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് പോകാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം ആ വ്യക്തിയാണ് നിങ്ങളുടെ സോൾമേറ്റ്. നിങ്ങൾ ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന തേർഡ് പാർട്ടി അല്ല നിങ്ങളുടെ സോൾമേറ്റ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവസാനത്തെ കാർഡ് പറയുന്നത് പൊളൈറ്റ് ആയിട്ട് എല്ലാവരോടും സംസാരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോ നമ്മള് ടാരോ റീഡിങ്ങിലേക്ക് പോവുകയാണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ ശരിക്കുമുള്ള അഭിപ്രായം? നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്ത് എനർജി ആയിട്ടാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തരം എനർജിയാണ് കൊടുക്കുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ഈ ബന്ധത്തിന് എന്ത് തരം എനർജിയാണ് കൊടുക്കുന്നത്? സൺ, നിങ്ങൾ ഭയങ്കരമായ ഹാപ്പിനെസ് ആണ് ഈ റിലേഷൻഷിപ്പിന് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ പുറമേ മറ്റുള്ളവരോട് കാണിക്കും, നിങ്ങളുടെ പേഴ്സണോടും എല്ലാം ഞാൻ ഈ ബന്ധത്തിൽ ഭയങ്കര ഹാപ്പി ആണ് എന്നാണ് നിങ്ങൾ കാണിക്കുന്നത്. ലിയോ സോഡിയാക് സൈൻ ആണ്. ഇവിടെ കുട്ടിയെ കാണിക്കുന്നത്, ഒരു കുട്ടിയെ പോലെ നിങ്ങൾ ഹാപ്പി ആണെന്നാണ് പറയുന്നത്. വളരെ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ ഹാപ്പിയാണ് റിലേഷൻഷിപ്പിൽ. അത് നിങ്ങളും വിശ്വസിക്കുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ സ്വയം വിശ്വസിക്കുകയാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഹാപ്പിയാണ്. അത് ഒരു തരത്തില് നല്ലതാണ്. എന്ന് വെച്ചാല് ചിലപ്പോ നിങ്ങൾ കാണുന്നുണ്ടാവാം പ്രശ്നങ്ങൾ, ഏത് റിലേഷൻഷിപ്പിലാണ് പ്രശ്നമില്ലാത്തത്. പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്, എന്റെ വ്യക്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ച് വെക്കുന്നു. ആ ഒരു എനർജിയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിന് കൊടുക്കുന്നത്. വളരെ നല്ലതാണ്. അപ്പോ ഹാപ്പിനെസ് എന്റെ കാർഡാണിത്, സൺ കാർഡാണിത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ചുറ്റുമുള്ളവരും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്
വളരെ സീക്രട്ടീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആരോടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന ഒരു കാര്യവും നിങ്ങൾ പറയുന്നില്ല. എല്ലാവരോടും ഞാൻ ഹാപ്പിയാണ് എന്നാണ് നിങ്ങൾ കാണിക്കുന്നത്. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ടാവും. ചിലപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെന്ന് കയറിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പൊ ഇവിടെ ഹാപ്പിനെസ് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേടാകും എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന, പുറത്ത് ചിരിച്ചു കാണിക്കുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങൾ എന്നും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മനസ്സിലായിട്ടുള്ളത്? 8 of Cups ആണ് ആദ്യം വന്നേക്കുന്ന കാർഡ്. 8 of Cups എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമോഷണൽ ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു സിറ്റുവേഷൻ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആരോ ഇറങ്ങിപ്പോയിട്ടുണ്ട് റിലേഷൻഷിപ്പില്. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും ഒരാള് ഈ റിലേഷൻഷിപ്പ് അബാൻഡൻ ചെയ്ത് പോയിട്ടുണ്ട്. അത് പക്ഷെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ സ്വയം അംഗീകരിക്കുന്നില്ല. അത് പോസിബിൾ അല്ല. ഇനിയിപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കണ്ടെങ്കിലും നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സിലും ചില സമയത്ത് ഇപ്പോ നമ്മളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, നമ്മളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ആണ്, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോ പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മളൊരു അവരെ എന്റെ അത്രയും കൊള്ളൂല, ഞാനാണ് അതിനേക്കാളും ബെറ്റർ. അപ്പൊ പിന്നെ എന്റെ വ്യക്തിക്ക് അവരോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നാൻ വഴിയില്ല. എന്നുവെച്ചാൽ എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് എന്റെ വ്യക്തിയെ വേറൊരാളുടെ കൂടെ കണ്ടിട്ട് എന്നോട് വന്ന് പറയുമ്പോ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവുമെങ്കിലും അവരെങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുമ്പോ തേർഡ് പാർട്ടി എന്റെ അത്രയും വരില്ല. അപ്പൊ എന്തായാലും എന്റെ വ്യക്തി തേർഡ് പാർട്ടിയുടെ പുറകെ പോകില്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് എനിക്ക് പണ്ടേ പരിചയമുള്ള ഒരാളാണ് എന്റെ വ്യക്തി. അപ്പോ എന്റെ വ്യക്തി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ വ്യക്തിയെ അറിയാം, പണ്ട് മുതലേ അറിയുന്നത് കൊണ്ട് ആ വ്യക്തി വേറൊരാളുടെ പുറകെ പോകില്ല, എന്നോട് തന്നെയാണ് സ്നേഹം. ഇവിടെ ക്വീൻ ഓഫ് കപ്സ് കാണിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പില് അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങള് രണ്ടുപേരും വളരെ സ്വരുമയോടെ കൂടെയാണ് പോകുന്നത്. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ജീവനാണ് എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോ ഇതാണ് ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു യൂണിറ്റി ഉണ്ട്, ഇമോഷണലി ഇറങ്ങി പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും, ഇപ്പൊ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ഇറങ്ങി പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും, ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ട്, അടുപ്പം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും നിങ്ങൾ ഹാപ്പിയാണ്. കാരണം നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, രണ്ടുപേരും വളരെയധികം സ്വരുമയോടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ വളരെയധികം സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒരു ചോയ്സ്, ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളും വേറൊരാളും തമ്മിൽ ഒരു ചോയ്സ് വന്നാല് നിങ്ങളുടെ വ്യക്തി ചൂസ് ചെയ്യുള്ളൂ എന്ന് നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിച്ചു നിൽക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ അതെല്ലാം അകറ്റി നിർത്താനാണ്. മൂൺ കാർഡ് ഉണ്ട്. മൂൺ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ ക്യാൻസർ, പൈസീസ്, സോഡിയാക് സൈൻ ഉണ്ട്. പിന്നെ ഉള്ളത് ലിയോ ആണ്. ഇവിടെ സണ്ണും മൂണും വന്നിട്ടുണ്ട്. സണ്ണും മൂണും രണ്ട് വശമാണ്. സൺ എന്ന് പറഞ്ഞാൽ പ്രകാശം, എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. മൂണെന്ന് പറഞ്ഞാൽ അടച്ചു വെച്ചിരിക്കുന്നത്, ആർക്കും കാണാൻ പറ്റാത്തത്, ഇരുട്ടാണത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ അത്രയും ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ലവ്, ക്വീൻ ഓഫ് കപ്സ് അൺകണ്ടീഷണൽ ലവ് ആണ്. മനസ്സിലായോ? പക്ഷേ എന്നാലും അഗാധമായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ ഈ ക്വീൻ ഓഫ് കപ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്
ഒരു എന്താ പറയാ സ്നേഹബന്ധത്തില് വ്യക്തി ചതിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹം അങ്ങനെ തന്നെ തകിടം മറിയും. പിന്നെ ഇമോഷണൽ പ്രശ്നങ്ങളാകും. അപ്പൊ നിങ്ങൾ വളരെയധികം ആം, ഈ ബന്ധത്തിനെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ സീക്രട്സ് കുറെ ഉണ്ട് നിങ്ങളുടെ ബന്ധത്തിലെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനെല്ലാം സഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ബന്ധത്തിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊരു സ്ട്രഗിൾ ആണ്, ഈ റിലേഷൻഷിപ്പ് സ്ട്രഗിൾ ആണെന്നും നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ വ്യക്തിക്ക് വേറെ എന്തോ കാര്യത്തില് കണക്ഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു തരത്തിലും ഈ ബന്ധം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മനസ്സിലായി? ഇതിനകത്തുള്ള സീക്രട്സ് ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മൂടി വെച്ചിരിക്കുന്ന കുറെ സീക്രട്സ് ഉണ്ട് ഈ ബന്ധത്തിനെ കുറിച്ച്. അത് ആരും അറിയരുത്. നിങ്ങളുടെ ബന്ധത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ആരും അറിയരുതെന്ന് നിങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ എന്താണ് ഈ ബന്ധത്തിലേക്ക് വരുന്നത്? ഇനി നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇനി എന്താണ് വരുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുന്നത്? നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും കൂടെ സ്ട്രോങ് ആവും. നിങ്ങൾ തിരിച്ചു പിടിക്കും ഈ ബന്ധം കേട്ടോ. നിങ്ങൾക്ക് വിക്ടറി വരും ഈ റിലേഷൻഷിപ്പ്. നിങ്ങൾ ഇതിങ്ങനെ തന്നെ സ്നേഹത്തോടെ ഇരുന്നോളൂ. ഇതൊക്കെ വളരെ ചപലമായ ഈ വ്യക്തിയുടെ മനസ്സിന്റെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ വ്യക്തി വേറെ ആളുകളുടെ കൂടെ റിലേഷൻഷിപ്പ് വെച്ചാലും തിരിച്ച് നിങ്ങൾ ഈ വ്യക്തിക്ക് സ്നേഹം കൊടുക്കുകയും ഈ വ്യക്തിയെ വിശ്വസിക്കുകയും ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയും, മനസ്സിലായോ? മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് വ്യക്തിയോട് വഴക്കിടാതേക്ക് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ്. പാഷനറ്റ് ആയിട്ട് ഈ ബന്ധം തിരിച്ചു വരും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന അതുപോലെ തന്നെ ഒരു ജയം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കിട്ടും. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ടെൻഷൻ ഒന്നും പുറത്ത് കാണിക്കാതെ ചിരിച്ച് സമാധാനത്തോടെ ഈ വ്യക്തിയെ മനസ്സിലാക്കി ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയാൽ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകും. ഇപ്പൊ തൽക്കാലം ഈ വ്യക്തി വഴിവിട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ തിരിച്ചു കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ വ്യക്തി തിരിച്ചു വരും നിങ്ങളിലേക്ക് കേട്ടോ. അപ്പോ ടെൻഷൻ അടിക്കണ്ട. ഇതൊരു ചെറിയ ഒരു നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഏട് മാത്രമാണ്, ഒരു ചാപ്റ്റർ. അതിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ കർമ്മത്തിന്റെ ആ വ്യക്തിക്ക് അനുഭവിക്കാനുള്ള കർമ്മമായിരിക്കാം ഇത്. പക്ഷെ അപ്പൊ ഒരു കർമ്മബന്ധത്തിന്റെ പുറകെ ആയിരിക്കും ആ വ്യക്തി പോകുന്നത്. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരും. കർമ്മബന്ധങ്ങളാവുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കാർമിക് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി. അപ്പൊ അത് കഴിയുമ്പോൾ ഈ വ്യക്തി തിരിച്ചു വരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ, ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത് തുടർന്നോളൂ എന്നാണ് പറയുന്നത്. തിരിച്ചു വരും നിങ്ങളിലേക്ക് ഈ വ്യക്തി കേട്ടോ. അവസാനം നിങ്ങളുടേതായിട്ട് മാറും ഈ വ്യക്തി. അപ്പോ തൽക്കാലത്തേക്കുള്ള പ്രശ്നങ്ങളാണിത്. ഇത് കണ്ട് പേടിക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.